ഇപ്പോഴേ എവിടെ വെച്ചാണോ ഈ പ്രാർത്ഥന കൂടുന്നത്, ആ വ്യക്തി, ആ ദൈവത്തിൻ്റെ മകള്, ദൈവത്തിൻ്റെ മകൻ, ഈ ദൈവത്തിൻ്റെ ഭവനം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസം, ഇന്ന് ഭയപ്പെടുന്ന പ്രത്യേകമായ ഒരു വിഷയം, ആ വിഷയത്തിന് ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാന ഇപ്പോഴാ മക്കൾക്ക് ജീവിത പ്രശ്ന പരിഹാരത്തിനായി ഈശോനാമത്തിൽ കാഴ്ചവെക്കുന്നു. കഥ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വിളിച്ചെഴുന്നേൽപ്പിച്ചൊരു അങ്ങയുടെ തിരുസന്നിധി നിൽക്കുവാനിടയാക്കി നന്ദി പറയുന്നു. കുറെ വിഷയങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒത്തിരിയേറെ മനുഷ്യരുണ്ട് ഈശോയെ. പല കാര്യങ്ങൾ പല ഇടങ്ങളിൽ പോയി ചെയ്യേണ്ടതുണ്ട്, ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട്. ചിലരെ കുർബാനയും കഴിഞ്ഞ പിന്നെ യാത്രയാണ്. ചിലർക്ക് നോൻപ് കാലത്ത് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത വിധത്തിൽ അവർ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു അവകാശം കൊടുക്കണമേ. നോൻപ് കാലത്തിന്റെ ചൈതന്യം അനുസരിച്ചുകൊണ്ട് വചനം വായിക്കുവാനും വചനങ്ങൾ കേൾക്കുവാനും അതനുസരിച്ച് ജീവിത വിശുദ്ധി പാലിക്കുവാനും ദൈവത്തിന് പക്ഷം ചേർക്കുവാനും കൂടെ നിർത്തുവാനും കർത്താവെ, നഷ്ടപ്പെട്ടു പോയ ആധ്യാത്മിക അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ ചൈതന്യങ്ങൾ തിരികെ ആർജിക്കുവാൻ അവരുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠന വിഷയങ്ങൾ സെലക്റ്റീവ് ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പഠിക്കുന്നതെല്ലാം അടുത്ത ദിവസങ്ങളിൽ വന്ന് അവരെ അതിനെ അതിജീവിക്കുവാനുള്ള, നല്ല മാർക്ക് വാങ്ങി പാസ്സാകാനുള്ള പ്രത്യേക സാഹചര്യം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠനത്തിന് വിഖ്യാതമായി നിൽക്കുന്ന കുടുംബ വഴക്കുകൾ, സാഹചര്യങ്ങൾ, മറ്റു തരത്തിലുള്ള വിഷമതകൾ, അതിനേക്കാൾ ഉപരി കുടുംബത്തിന്റെ പല വിഷയങ്ങൾ, കമ്പനി ചെയ്യുന്നവരുണ്ട്, ബൈ പ്രൊഫഷണലായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്, ഡോക്ടർമാരുണ്ട്, അങ്ങനെയുള്ളവർ എല്ലാവരെയും അവരുടെ പ്രൊഫഷണൽ മേഖലകളിൽ ചെയ്യുന്നവരുണ്ട്, ഏജൻസികളുണ്ട്, അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുണ അവരേക്ക് ആവശ്യിക്കട്ടെ. കൂട്ടുകൂടി കളക്റ്റീവായിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട്, അതിൽ പിണക്കങ്ങളിലുണ്ട് കൊണ്ട് പലപ്പോഴും അവരെ കൂട്ടവസാനിപ്പിച്ചിട്ട് പിരിഞ്ഞിട്ട് ഒരാളുടെ തലയിൽ എല്ലാ കടങ്ങളും വരുന്നവരുണ്ട്. കടം വീട്ടി അത് ഏറ്റെടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നവരുണ്ട്, അതിന് സമ്മർദ്ദങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിൽ മനസ്സ് പിരിമുറുക്കം കൊള്ളുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. വീട് നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, വീട് സ്ഥലം ഒരുമിച്ച് നഷ്ടപ്പെടുന്നവരുണ്ട്. കർത്താവ് അത് വിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകളിൽ കർത്താവ് വിദേശത്തുള്ള ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനങ്ങൾ പഠിച്ചിട്ട് അവരുടെ വിസ പഠനകാലം കഴിഞ്ഞപ്പോൾ എക്സ്പയർ ആകാൻ പോകുന്നു. അവർക്ക് വിസ പുതുക്കി കിട്ടണില്ല. അത് എല്ലാ മേഖലകളിലും വേദനിക്കുന്നവരെ കർത്താവ്, നാട്ടിലാണെങ്കിൽ അവർക്ക് വല്ലാത്ത കടങ്ങൾ വന്നിരിക്കുന്നു. അവരെല്ലാവരും സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, ഭവനരഹിതരെ, വഴിയില്ലാത്തവരെ, സാമ്പത്തികമായ സുസ്ഥിതിയില്ലാത്തവരെ, ഒരു തൊഴിലും കാണാത്തവരെ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ മക്കൾ, നമ്മൾ ഇന്ന് വായിക്കുന്നത് ഇപ്പോൾ പരീക്ഷക്കാലമാണല്ലോ. പരീക്ഷക്കാലമാണ്, അതുപോലെ പ്രാർത്ഥനാകാലമാണ്. കൃപാസനത്തിലാണെങ്കിൽ എല്ലാ ദിവസവും പരീക്ഷ